ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, ക്ലാസ്സുകളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ, ശരി ശരി, മനസ്സിലാക്കാൻ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. അതായത് നമ്മുടെ PSC പരീക്ഷകളിൽ നിലവിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കഴിഞ്ഞ ഒരു വർഷം വരെ ടെക്നിക്കൽ പരീക്ഷകൾക്കുള്ളിൽ പോലും ഒരു 30-40 മാർക്കിന്റെ ജനറൽ കണ്ടന്റുകൾ PSC ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇതിന് മുൻപ് നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ആയിക്കോട്ടെ, ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ആയിക്കോട്ടെ, സയന്റിഫിക് അസിസ്റ്റൻസിന്റെ ആയിക്കോട്ടെ, ലീഗൽ മെട്രോളജി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ടെക്നിക്കൽ പോസ്റ്റുകളുടെ പരീക്ഷകൾ നടത്തുമ്പോൾ പോലും കേരള PSC ഒരു 30 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 40 മാർക്കിന്റെ ഒക്കെ ജനറൽ ടോപ്പിക്കുകൾ, അതായത് ജനറൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആൻഡ് റീസണിങ്, ഇത്തരത്തിലുള്ള ജനറൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയായിരുന്നു പരീക്ഷ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശരിയല്ലേ? നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം. 2020 നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ പരീക്ഷയുടെ സിലബസിലും എന്ത് തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്? 30 മാർക്കിന്റെ ജനറൽ ടോപ്പിക് നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ? 10 മാർക്കിന്റെ പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, 10 മാർക്കിന്റെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, 10 മാർക്കിന്റെ മാത്സ് റീസണിങ് ഉണ്ടായിരുന്നു. ശരിയല്ലേ? പക്ഷേ ഈ 2023-24കളിലേക്ക് വന്നപ്പോൾ ഈ വളരെ റീസെന്റ് ആയിട്ട് നടന്ന സയന്റിഫിക് അസിസ്റ്റന്റിന്റെയും ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെയും ഒക്കെ പരീക്ഷാ പേപ്പറുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ജനറൽ കണ്ടന്റുകൾ PSC പൂർണ്ണമായിട്ടും മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ്, മാത്സ്, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി മുതലായിട്ടുള്ള ജനറൽ കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നു? PSC പൂർണ്ണമായിട്ടും മാറ്റി. പകരം എന്താണ്? നമ്മുടെ കോർ ടോപ്പിക്കുകൾ തന്നെയാണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. 100 മാർക്കിന്റെയും കണ്ടന്റ് എന്ത് തന്നെയാണ്? കോർ ടോപ്പിക്കുകൾ തന്നെയാണ്. കോർ ടോപ്പിക്കുകൾ തന്നെ. അപ്പോ ഈ കോർ ടോപ്പിക്കുകളുടെ പ്രാധാന്യം കൂടി വരികയാണ്. അപ്പൊ ഞാൻ ഈ ഫുഡ് സേഫ്റ്റിയുടെ പല ക്ലാസ്സുകളിലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും പോസ്റ്ററുകളും അവരുടെ അഡ്വർടൈസ്മെന്റുകളൊക്കെ കണ്ടപ്പോൾ പലരും ഫോക്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെയും ഇംഗ്ലീഷിനെയും മാത്സിനെയും ഒക്കെയാണ് പലരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരാനിരിക്കുന്ന ടെക്നിക്കൽ പോസ്റ്റുകൾ, ഡയറി ഫാം ആയിക്കോട്ടെ, നമ്മുടെ ഫുഡ് സേഫ്റ്റി ആയിക്കോട്ടെ, വരാനിരിക്കുന്ന സിലബസിൽ ഇതുവരെ സിലബസ് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെ? കൺഫർമേഷന്റെ സമയത്താണ് സിലബസ് വരിക. സിലബസിൽ ഈ ജനറൽ ടോപ്പിക്കുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നിലവിൽ വരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ജനറൽ ടോപ്പിക്കുകളുടെ സാന്നിധ്യം വളരെ കുറവാവാനാണ് സാധ്യത. ഓക്കെ, ഇത് നമ്മൾ നിലവിലിരിക്കുന്ന പോലെ 30 മാർക്കിന്റെ ജനറൽ ടോപ്പിക്കുകളൊന്നും നമുക്ക് ഇനി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട എവിടെയാണ്? കോർ ടോപ്പിക്കുകളിൽ. കോർ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി തന്നെയാണ് ഇവിടെ നമുക്കുള്ളത്. ICAR സയന്റിസ്റ്റുകളും അതുപോലെ നിങ്ങൾക്കറിയാം ഈയിടെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തു, അവരുമായിട്ട് നിങ്ങൾ പോയിന്റുകൾ ഷെയർ ചെയ്യുകയും സംവദിക്കുകയൊക്കെ ചെയ്തു. അവര് പഠിച്ച സ്ഥാപനങ്ങളിൽ അവരെ പഠിപ്പിച്ച അധ്യാപകരാണ് ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കാൻ. ഈ റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ, റാങ്ക് നേടിയ വ്യക്തികൾ പഠിച്ച സ്ഥാപനങ്ങളിൽ അവരെ പഠിപ്പിച്ച പ്രൊഫസേഴ്സും അവരെ പഠിപ്പിച്ച ലെക്ചറേഴ്സുമാണ് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ PSC ടോക്സിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ ബെനിഫിറ്റ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളത്, അതിന്റെ ഗുണം മാക്സിമം ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇനി ഒരു പക്ഷേ നിങ്ങളുടെ സിലബസിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കിന് ചോദിച്ചു കൊണ്ടിരുന്ന അഗ്രികൾച്ചർ പോലുള്ള സബ്ജക്റ്റുകൾ ചിലപ്പോൾ ഇനി 15 മാർക്കിലേക്ക് ഉയർന്നേക്കാം. അല്ലെങ്കിൽ മൈക്രോബയോളജി, ബയോടെക്നോളജി പോലുള്ള മാർക്കുകൾക്ക് സബ്ജക്റ്റുകൾക്ക് ഒരുപക്ഷെ ഇനി ഒരു 5 മാർക്ക് കൂടി അവർ കൂട്ടി വെച്ചേക്കാം. ശരിയല്ലേ? അപ്പൊ ആ സ്ഥലത്ത് കുറഞ്ഞു വരുന്ന എവിടെ? ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളിലെ മാർക്കായിരിക്കും ഇനി കോർ ടോപ്പിക്കുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് പോവാം. സോ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, നമ്മുടെ ഫുഡ് സേഫ്റ്റി ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെയും ഒരുപക്ഷെ അഡീഷൻ വന്നേക്കാം. ഫുഡ് സേഫ്റ്റി ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരുപക്ഷെ ഒരു 3, 4, 5 മാർക്കിന്റെ ഒരു അഡീഷൻ വന്നു. കുറയുന്നത് എവിടെയാണ്? ഇംഗ്ലീഷിൽ കുറയും. കുറയുന്ന എവിടെയാ? മാത്സിൽ കുറയും. കുറയുന്ന എവിടെയാ? നമ്മുടെ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെയാണ് കുറവുണ്ടാവും.
സോ നമ്മൾ ഈ ഭാഗങ്ങൾ ഏറ്റവും അവസാനമായിട്ടായിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കോഴ്സിൽ കൺഫർമേഷന്റെ സമയമൊക്കെ ആയി സിലബസ് പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഭാഗം ഉണ്ടെങ്കിൽ ഈ ഭാഗം ഡീൽ ചെയ്യാൻ പോകും. അതായത് പൊളിറ്റി, ഇംഗ്ലീഷ്, മാത്സിന്റെ ഭാഗങ്ങൾ നമ്മൾ കുറച്ച് താമസിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ നമ്മൾ കോർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് പഠിപ്പിച്ച് തുടങ്ങുന്നത് എന്ന കാര്യം ഓർത്തു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഒരു കുഞ്ഞ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഒരു അവസരം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ളവർക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുവരെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക്, അല്ലെങ്കിൽ നല്ലൊരു കോഴ്സിന് വേണ്ടി, നല്ലൊരു കണ്ടന്റിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അറിഞ്ഞു, ഇനി വേറെ ആരെയും അറിയിക്കണ്ട, ഇനി അവരെങ്ങാനും ജയിച്ചു പോയാലോ എന്ന് വിചാരിക്കുന്നവരാരും അല്ല നിങ്ങളെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു വിവരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തെക്കുറിച്ച് അറിയാത്തവർക്ക് കൂടി ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൂടി വരുന്നൊരു പോസ്റ്റാണ്. അതായത് ശമ്പളത്തെക്കാൾ കൂടുതൽ എന്താണ്, നമ്മൾ പല ആൾക്കാരെയും കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ശമ്പളത്തെക്കാൾ കൂടുതൽ കിമ്പളം കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റി എന്ന് അവർ പറയാം. കാരണം നിങ്ങൾക്ക് അറിയാം, റീസെന്റ് ആയിട്ട് ഒരുപാട് എന്താണ് ഭക്ഷണ സംബന്ധമായിട്ടുള്ള, ഭക്ഷണം കഴിച്ചിട്ട് അപകടങ്ങൾ പറ്റിയ ഒരുപാട് ആൾക്കാരുടെ കഥകൾ നമ്മൾ കാണുകയും അതിനനുസരിച്ച് ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തുന്ന കഥകളൊക്കെ കേൾക്കുകയും ചെയ്താൽ, അതിനുശേഷം ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ കാഷ്വൽ ആയിട്ട് സംസാരിച്ച് അവര് പറഞ്ഞ കാര്യം ഇതാണ്: ജസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി ഇറങ്ങിയാൽ തന്നെ, അല്ലെങ്കിൽ വെറുതെ ഒരു ഹോട്ടലിൽ പോയി സംസാരിച്ചിറങ്ങിയാൽ തന്നെ ഒരു മാസത്തെ ശമ്പളത്തിന്റെ ഇരട്ടി പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരും എന്നുള്ള രീതിയിൽ. തമാശയാണ് കേട്ടോ, അതായത് സീരിയസ് ആയിട്ട് എടുക്കരുത്, നമ്മൾ ആരാ ടൈപ്പല്ലെന്ന് അറിയാം. എങ്കിലും ആ രീതിയിൽ പോലും എന്താണ് അത്രയധികം സാധ്യതകൾ, ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് എടുക്കരുത്, ഇത്തരത്തിലുള്ള തമാശകൾ വരെ നടക്കുന്ന ഒരു മേഖലയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അത്രയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്നാണ് ഉദ്ദേശിച്ചത്. അത്രയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. 140 മണ്ഡലങ്ങളിലും, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഏറ്റവും കുറഞ്ഞ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറെങ്കിലും ഉണ്ടാവണം. അതിനനുസരിച്ച് ഓഫീസുകൾ, പുതിയ ഓഫീസുകൾ വരുന്നതനുസരിച്ച്, പുതിയ സർക്കിളുകൾ വരുന്നതനുസരിച്ച് അവിടെ എല്ലാം നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ നമ്മുടെ മുൻപിൽ തുറന്നു വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഭക്ഷണശീലങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. കെൽസി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് കെൽസി. നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറുന്നതനുസരിച്ച് ഫുഡ് സേഫ് അല്ലെ, ഫുഡിന്റെ സേഫ്റ്റിയും പലപ്പോഴും സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത്രയധികം സാധ്യതകളുള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഈ ഒരുപാട് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊമോഷന്റെ സാധ്യതകളും, അല്ലെങ്കിൽ മറ്റ് ഹയർ ഒഫീഷ്യൽസിലേക്ക് ഡെവലപ്പായി, പ്രൊമോട്ടായി പോകാനുള്ള സാധ്യതകളൊക്കെ നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോ ഈ ഒരു അവസരം പരമാവധി വിനിയോഗിക്കുക. മത്സരം എന്താണ്, ഇതിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് എന്ന് കരുതി മത്സരം വളരെ എന്താണ് സില്ലി ആയിരിക്കും എന്ന് വിചാരിക്കരുത്. അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണെങ്കിലും നല്ലൊരു പ്രാക്ടീസും നല്ലൊരു എക്സ്പെർട്ടൈസും ഉണ്ടെങ്കിൽ ഈ പരീക്ഷയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പലപ്പോഴും പല ക്ലാസ്സുകളിലും പറയുന്നത് ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ആയിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ഫസ്റ്റിന് ജനറൽ ടോപ്പിക് ഉണ്ടോ എന്ന കാര്യം അറിയണമെങ്കിൽ സിലബസ് വരണം. മനസ്സിലായോ? സിലബസ് വരണം. സാധാരണ PSC സിലബസ് തരുന്നത് നമ്മുടെ കൺഫർമേഷൻ ഉള്ള ഡേറ്റിന്റെ കൂടെ നമ്മുടെ ഒരു കലണ്ടർ ഇടും, എക്സാം കലണ്ടർ ഇടും. അപ്പൊ എക്സാം കലണ്ടറിന്റെ കൂടെയാണ് ഈ സിലബസ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് മുൻപേ എപ്പോഴെങ്കിലും ഈ ഒരു സിലബസ് പബ്ലിഷ് ചെയ്യാതെ ജനറൽ ടോപ്പിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല ഫസ്റ്റിന്. അതല്ല, നമ്മൾ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ പോലും അവരത് കൺഫേം ആയിട്ട് പറയില്ല. സിലബസ് എന്താണോ പബ്ലിഷ് ചെയ്യുന്നത്, ഫുഡ് സേഫ്റ്റി ഓഫീസർ 2024 അല്ലെ, ഈ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ എന്താണ് കോഡ് അനുസരിച്ചുള്ള സിലബസ് അവരെന്താണ് പബ്ലിഷ് ചെയ്യുന്നത്, അന്ന് മാത്രം നമുക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ എന്ത് ജനറൽ ടോപ്പിക് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അഥവാ ഇനി ഉണ്ടെങ്കിലും ആ ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പക്ഷെ നമ്മൾ ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 70 മാർക്കിനുള്ള 4 ടോപ്പിക് ആയിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നോർത്ത് ഇനി ഒരുപക്ഷെ സിലബസിൽ ജനറൽ ടോപ്പിക് വന്നാൽ നമ്മൾ അത് എടുക്കില്ല, അങ്ങനെയൊന്നുമില്ല. സിലബസ് പബ്ലിഷ് ചെയ്യുമ്പോൾ ജനറൽ ടോപ്പിക്കുകൾ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ കൃത്യമായിട്ട്, വളരെ നീറ്റായിട്ട് ആ ഭാഗവും നമ്മൾ എടുത്തു തരും കേട്ടോ. അതിന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ അത്ര സ്ഥിരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളാണത്, ശരിയല്ലേ? അതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. സിലബസ് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം.
പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോർ ടോപ്പിക്കുകൾ ഒഴിവാക്കി ഒരിക്കലും എന്ത് ചെയ്യില്ല, PSC ഒരു സിലബസ് ഇടില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോർ ടോപ്പിക്കുകൾ ഒഴിവാക്കി ഒരു കാരണവശാലും PSC ഒരു സിലബസ് ഇടില്ല. സോ അതാണ് നമുക്ക് 100% ഉറപ്പായിട്ടും PSC ചോദിക്കും എന്ന് പറയാൻ കഴിയുന്ന മേഖലകളാണ് നമ്മളിപ്പോൾ പഠിച്ചങ്ങ് തീർക്കാൻ പോകുന്നത്. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇതാണ് ഇപ്പൊ നിലവിലെ നമ്മുടെ ഒരു അജണ്ട കേട്ടോ. അപ്പൊ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഹസനയുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് ആ കാര്യം മനസ്സിലായി. പക്ഷെ ഹസന, നമ്മളിപ്പോ ഒരു ടെക്നിക്കൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഈ ഒരു എക്സാമിനെ സമീപിക്കണമല്ലോ. ഹസന ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും നമുക്ക് ആ ഒരു ജനറൽ ടോപ്പിക്കിൽ കിട്ടുന്ന 30 മാർക്ക് കൊണ്ട് നമുക്ക് എന്താണ് റാങ്കിൽ കയറാൻ പറ്റില്ലല്ലോ, അല്ലേ ഹസന? ശരിയല്ലേ? നമ്മൾ ടെക്നിക്കൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടെ റിസ്ക് നമ്മൾ എടുക്കണം. പക്ഷേ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മുടെ ഈ ക്ലാസ്സുകളുടെ കൂടെ അങ്ങ് പോകൊണ്ടാൽ മതി കേട്ടോ. ഈ ക്ലാസ്സിന്റെ കൂടെ തന്നെ കാര്യങ്ങളൊന്ന് പഠിച്ച് റിവൈസ് ചെയ്ത് പോകൊണ്ടാൽ മതി. ടെൻഷൻ വേണ്ട. ഓക്കെ. ഇനി എങ്ങാനും അല്ലെങ്കിൽ PSC ജനറൽ ടോപ്പിക്ക് നിലനിർത്തുകയാണെങ്കിൽ പക്ഷെ അതൊരു ബോണസ് ആയിട്ട് കിട്ടുമല്ലോ. അത്രേ ഉള്ളൂ. അങ്ങനെ കരുതിയാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് പോയേക്കാം. ഏകദേശം വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, പഠിക്കുക. അടുത്ത ഏപ്രിൽ മാസം വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മാസമായിട്ട് നമുക്ക് മാറട്ടെ. ഇനി നിങ്ങളുടെ കൂടെ ഇതറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക കേട്ടോ. അവരെയും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അവരെയും കൂടെ ട്രൈ ചെയ്യട്ടെ, എഴുതി നോക്കട്ടെ. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലോസുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ലോ എന്ന് പറയുന്നത് 1045 പേജുള്ള ഒരു ആക്ട് ആണ്. ഫുഡ് സേഫ്റ്റി ആക്ട് 2006 എന്ന് പറയും. അപ്പൊ ഈ ആക്ട് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഈ ആക്ടിന്റെ ഒരു ഡ്രാഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങളെ ഡ്രാഫ്റ്റ് ഒന്ന് വായിച്ചോളുക. പക്ഷെ അത് മുഴുവൻ വായിച്ച് കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെ? ശരിയല്ലേ? ആകെ 10 ചോദ്യങ്ങളിൽ 4 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങളാണ് ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഈ 45-50 പേജുകൾ മുഴുവൻ കാണാപ്പാഠം പഠിച്ചിട്ട് പോയി ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം. അപ്പൊ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി ഇതായിരിക്കും. ഇതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കണ്ടന്റുകളെ മനസ്സിലാക്കി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് മാത്രം നോക്കിയിട്ട് ആ മേഖലകളെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് തരികയാണ്. അതിനുശേഷം ഈ ആക്ടിന്റെ ആക്ച്വൽ ഡ്രാഫ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആക്ട് കൂടി നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ആക്ട് ഗൂഗിളിലൊക്കെ കിട്ടും. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ആക്ട് എടുത്ത് വായിച്ച് നോക്കിയവരാരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടോ? ചുമ്മാ ചോദിച്ചേക്കാം. ഫുഡ് സേഫ്റ്റി ആക്ട് 2006 2006 വന്ന ഒരു നിയമമാണ്, ആക്ട് ആണ്. ഈ ആക്ട് മഞ്ജു എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് ഞാനിപ്പോ കാണിക്കാം കേട്ടോ. ഐഫോൺ ഓൾറെഡി ഈ ആക്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട്. നല്ല കാര്യം, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഈ ആക്ട് വായിച്ചവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഈ ആക്ടിന്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ചെലവഴിച്ചവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണോ? അത് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനൊന്ന് കാണിച്ചായിരുന്നു എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് കാണിച്ചായിരുന്നു. അന്ന് ഇദ്ദേഹം ഉണ്ടായിരുന്നോ? ഞാൻ അന്ന് ആ ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്ത സമയത്ത് ഇദ്ദേഹം ഉണ്ടായിരുന്നു? ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. ഞാൻ ഏതായാലും ആദ്യത്തെ സ്ലൈഡിൽ ആ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യത്തെ സ്ലൈഡിൽ ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോ അതിനു മുമ്പ് ഞാൻ നമ്മുടെ ഫാക്കൽറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഒരുപക്ഷെ ഇരുന്നിട്ടുണ്ടാവും. ഡോക്ടർ ഹിമ ജോൺ അല്ലെ? നിങ്ങൾ ഈ ക്ലാസ് കൂടിയിട്ടുണ്ടോ? ക്ലാസ് ഇരുന്നിട്ടുണ്ടോ? ഹിമ മാമിന്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇരുന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഹിമ മാമിന്റെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റി പൂളിനെ ലീഡ് ചെയ്യുന്നത് ഹിമ മാമാണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ICAR അല്ലെ? ICAR അല്ലെങ്കിൽ NDRI, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹരിയാന. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് NDR. അവിടെ റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഹിമ മാമാണ് നമ്മുടെ ടീമിനെ വരെ ലീഡ് ചെയ്യുന്നത്. അപ്പം എത്രയധികം എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ ഈ കൃഷിയും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പബ്ലിക്കേഷൻസ്, ഒരുപാട് കോളംസ് ഒക്കെ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഓക്കെ, ഫസ്റ്റ് ആണ്. നോ ഇഷ്യൂസ് കേട്ടോ. ഇന്ന് ജോയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നോ ഇഷ്യൂസ്. ആദ്യത്തെ ക്ലാസ് ആണെങ്കിലും നോ ഇഷ്യൂസ്. നമ്മളത് കണ്ടന്റുകൾ, മിസ്സായ കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നാദിറയുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ടല്ലോ. എന്ത് പറ്റി നാദിറ? ചോദിച്ചോ.
ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയധികം എന്താണ് എക്സ്പെർട്ടൈസ് ഉള്ള ഈ മേഖലയിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ, ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഫാക്കൽറ്റി ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റിന്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്നതല്ല എന്ന കാര്യം കൂടി നിങ്ങൾക്ക് വിശ്വസിച്ച് മറ്റൊരാളോട് പങ്കുവെക്കാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയും തുടർന്ന് മാമിന്റെ ഓറിയന്റേഷൻസും ക്ലാസ്സുകളും കണ്ടന്റ് ഡെലിവറികളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. അപ്പോ ഫുഡ് സേഫ്റ്റി ആക്ട് എന്നുള്ളതാണ് നമ്മൾ സിലബസ് ഞാൻ ഡിസ്പ്ലേ ചെയ്തപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് തുടങ്ങാം. ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു വെക്കാം. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, ഫുഡ് സേഫ്റ്റി ആക്ട് ഇല്ല, ആ ക്വസ്റ്റ്യൻ ഇപ്പൊ കാണാനില്ല, ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. ഓക്കെ, നോ ഇഷ്യൂ. ഓക്കെ, ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഇത് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന എന്താണ് ഫുഡ് സേഫ്റ്റി ലോസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ കണ്ടന്റ് ആണ് എന്ത്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. 3 ഭാഗമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ഞാൻ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അത് നിങ്ങൾ ആ ഒരു ക്ലാസ്സിന്റെ റെക്കോർഡിങ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് കിടപ്പുണ്ടാവും. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് എടുത്ത് കാണണം കേട്ടോ. ഇതിനു മുമ്പ് ഇന്ന് ജോയിൻ ചെയ്തവരെ, ഇതിനു മുൻപ് നിങ്ങൾക്ക് കിട്ടാതെ വന്ന ക്ലാസ്സുകളുടെ റെക്കോർഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ഉണ്ട്, എല്ലാ റെക്കോർഡിങ്ങുകളും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഞാൻ എന്റെ വോളിയം ലോ ആണോ, ഭയങ്കര കുറഞ്ഞ സൗണ്ടിലാണോ എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എന്റെ ഓഡിയോ കുറവാണോ? സച്ചി, ഓഡിയോ കുറവാണെങ്കിൽ സച്ചി എനിക്ക് തോന്നുന്നു അവിടുത്തെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യാമോ? സിസ്റ്റത്തിന്റെ വോളിയം കുറഞ്ഞ് കിടക്കുവാണോ ഒന്ന് നോക്കാവോ? ഓഡിയോ കുറവാണെങ്കിൽ ഇടയ്ക്ക് പറയണം കേട്ടോ. ഓഡിബിൾ ആണ്, എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് ഓഡിബിൾ ആണ്. അപ്പൊ പിന്നെ സച്ചിയുടെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒന്ന് നോക്കിക്കേ, എന്നിട്ട് എന്നോടൊന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്നോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ഇതിൽ ചോദ്യങ്ങൾ വരുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഈ ചോദ്യം ഒന്ന് നോക്കൂ. ഇതാണ് ഇതിന്റെ ഏകദേശം ഒരു മോഡൽ കേട്ടോ. കൺസ്യൂമർ അണ്ടർ ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 is the person who consumes food, person and family who consume food, person who purchases and receives the food, person and families who purchase and receives food. അപ്പൊ ഇത് ഡെഫിനിഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ല? ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ല? വിസിബിൾ ആണോ? ക്വസ്റ്റ്യൻ വിസിബിൾ ആണോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യം മുതൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരാൻ വഴിയുള്ളതല്ല. വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ എന്താ കാണുന്നേ? ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നേ? ഇപ്പൊ എന്താ കാണുന്നേ? ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ കാണാം. ഈ ചോദ്യം കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ ഈ തൊട്ട് മുൻപ് 2020 നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ ഭാഗമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ആക്ടിൽ നിന്ന് വന്ന ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ചോദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ പറയാം ഇത് ഏത് മേഖലയിൽ നിന്നാണ് വന്നത് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. കൺസ്യൂമർ under the Food Safety and Standards Act 2006 is the option A, person who consumes food, option B, person and family who consume food, option C, person who purchases and receives the food, option D, person and families who purchases and receive food. ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അത് ഒരു തവണയെങ്കിലും ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവരിട്ടൊരു ചോദ്യം. ഇത് ഡെഫിനിഷൻസിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ആക്ടിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡെഫിനിഷൻസ്, പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു ഡെഫിനിഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ഗസ് ചെയ്യാവോ നോക്കിയാൽ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഗസ് ചെയ്തിട്ട് പറഞ്ഞു എന്തായിരിക്കും ഇതിന്റെ ആൻസർ. ഒരു കൺസ്യൂമർ എന്നതുകൊണ്ട് ഫുഡ് സേഫ്റ്റി ആക്ട് എന്താ ഉദ്ദേശിക്കുക? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എന്താ അത്? എ പറയുന്നവരുണ്ട്, ബി പറയുന്നവരുണ്ട്, സി പറയുന്നവരുണ്ട്, ഡി പറയുന്നവരുണ്ട്. ഓക്കെ, ഒന്ന് പറഞ്ഞേ.
എന്തായിരിക്കും? യെസ്, കുറച്ചധികം ആൾക്കാർ ശരി ഉത്തരം അയക്കുന്നുണ്ട്. അപ്പോ ഓക്കെ, ശരി. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പേഴ്സൺ ആൻഡ് ഫാമിലീസ് ഹു പർച്ചേസസ് ആൻഡ് റിസീവ്സ് ഫുഡ് എന്നുള്ളതാണ് എന്ത് നമ്മുടെ പേഴ്സൺ ആൻഡ് ഫാമിലീസ് ഹു പർച്ചേസസ് ആൻഡ് റിസീവ്സ് ഫുഡ് എന്നുള്ളതാണ് എന്ത് നമ്മുടെ കൺസ്യൂമർ എന്നതുകൊണ്ട് നമ്മുടെ ആക്ട്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് എല്ലാ ചോദ്യങ്ങളിലും ഉണ്ട് അല്ലെ, പേഴ്സൺ പേഴ്സൺ പേഴ്സൺ. പക്ഷെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഫാമിലീസ് എന്നുള്ളതാണ്. പേഴ്സൺ ആൻഡ് ഫാമിലീസ്. പേഴ്സൺ ഒരു വ്യക്തി മാത്രമല്ല, അയാളുടെ കുടുംബവും ഈ കൺസ്യൂമർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പേഴ്സൺ ആൻഡ് ഫാമിലീസ് ഹു പർച്ചേസസ് ആൻഡ് റിസീവ്സ് ഫുഡ്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ആ ആക്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഒരു വ്യക്തി മാത്രമല്ല, അയാളും അയാളുടെ കുടുംബവും പർച്ചേസ് ചെയ്യുകയും ഫുഡ് റിസീവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തായിട്ട് കാണാം? കൺസ്യൂമർ എന്നുള്ള അർത്ഥത്തിൽ കാണാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡെഫിനിഷൻ ആണ്. പക്ഷെ ഒരുപാട് വലിയ വലിയ ഡെഫിനിഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റും. നമുക്ക് അതിലേക്കൊന്നും അത്ര എന്താണ് വലിയ ഡെഫിനിഷൻസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ടഫാണ് അല്ലെ. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഡെഫിനിഷൻസ് അവർ ചോദിക്കാൻ സാധ്യതയുള്ളൂ. കാരണം 10-15 പാരഗ്രാഫ് ഉള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഒരു ഫുൾ പാരഗ്രാഫ് ഉള്ള ഡെഫിനിഷൻ കാണാതെ പഠിച്ചിട്ട് പോയി PSC ചോദ്യം ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിൽ ഇപ്പൊ തന്നെ കണ്ടല്ലോ, വളരെ ചെറിയ ഒരു ഒറ്റ സെന്റൻസിൽ ഒതുങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ 1-2 സെന്റൻസുകളിലേക്ക് ക്വസ്റ്റ്യൻസിനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡെഫിനിഷൻസ് ഒക്കെയാണ് അവർ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ നമുക്ക് ഓർത്തിരുന്നാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. സോ നമ്മുടെ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന ഡെഫിനിഷൻസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ചാപ്റ്റർ 1 ഒന്നാമത്തെ ചാപ്റ്ററിൽ കുറച്ചധികം ഡെഫിനിഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഓരോ കാര്യങ്ങളെയും അവർ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഡെഫിനിഷൻസിൽ പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി ഫുഡ്. എന്റെ ഫോണ്ട് വിസിബിൾ ആണോ? ഈ ഫോണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ആവോ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കണ്ടന്റ് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യമായിട്ട് നമ്മൾ പ്രൈമറി ഫുഡ്, ഓക്കെ, പ്രൈമറി ഫുഡ് പ്രാഥമിക ഭക്ഷണം അല്ലെങ്കിൽ പ്രൈമറി ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇവരൊന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. പ്രൈമറി ഫുഡ് മീൻസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്. അതൊരു ഭക്ഷണ സാധനമാണ്, കഴിക്കാൻ പറ്റുന്ന സംഗതി തന്നെയാണ്. ബീങ് പ്രൊഡ്യൂസ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ഓർ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഓർ അക്വാകൾച്ചർ. ഏത് മോഡിലൂടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇപ്പൊ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഹോർട്ടിക്കൾച്ചർ ആയിക്കോട്ടെ, അനിമൽ ഹസ്ബൻഡറി ആയിക്കോട്ടെ, ഡയറിങ് ആയിക്കോട്ടെ, അക്വാകൾച്ചർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫോം. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണ് PSC കീ ആയിട്ട് ഇവിടെയാണ് അവർ ആങ്കർ ചെയ്യുക. ഇൻ ഇറ്റ്സ് പ്രോസസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇൻ ഇറ്റ്സ് പാക്കേജ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ശരിയല്ല. അങ്ങനെ മറ്റെന്ത് കാര്യം വന്നാലും അവിടെ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പകരം നാച്ചുറൽ ഫോം, ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫോം, അത് പ്രകൃതിയിൽ കാണപ്പെടുന്ന അതേ ഫോമിൽ, അതേ രൂപത്തിൽ, ഭാവത്തിൽ കണ്ടാൽ മാത്രമേ അതിനെ നമുക്ക് പ്രൈമറി ഫുഡ് എന്ന് പറയാൻ പറ്റൂ. റിസൾട്ടിങ് ഫ്രം ദി ഗ്രോവിംഗ്, റൈസിംഗ്, കൾട്ടിവേഷൻ, പിക്കിംഗ്, ഹാർവെസ്റ്റിംഗ്, കളക്ഷൻ ഓർ ക്യാച്ചിങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് എത്തുമ്പോഴാണ് ഇത് പ്രൈമറി ഫുഡായി മാറും. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു നാച്ചുറൽ ഫോമിൽ, വളരെ പ്രകൃതിദത്തമായ ഒരു ഫോമില് ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ പ്രൈമറി ഫുഡ് എന്നാ പറയുക. ഓക്കെ, കാരണം അവിടെ ഞാൻ ഒരു വ്യക്തി എന്ന് പറയാൻ കാരണം അതർ ദാൻ ഫാർമർ ഓർ ഫിഷർമാൻ എന്ന് പറയുന്നുണ്ട്. അതർ ദാൻ ഫാർമർ ഓർ ഫിഷർമാൻ, അതായത് ഒരു കൃഷിക്കാരന്റെ കൈകളിലേക്ക് ഇത് എത്തുന്നത് അതൊരു പ്രൈമറി ഫുഡായിട്ടല്ല അദ്ദേഹം അതിനെ കാണുന്നത്. അദ്ദേഹത്തിന് പണം സമ്പാദിക്കുന്നതിനും പിന്നെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും വേണ്ടിയുള്ള ഒരു ഇക്കണോമിക് റിസോഴ്സ് ആയിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് അല്ലെ. അതിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും, എങ്കിലും ഒരു ഫാർമർ എന്ന് പറയുമ്പം കൃഷി അദ്ദേഹത്തിന് തൊഴിലായിട്ട് അദ്ദേഹം കാണുന്നു. അപ്പം അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന കണ്ടന്റ് അദ്ദേഹം കഴിക്കാൻ മാത്രമല്ല ഒരു ഇക്കണോമിക് ബെനിഫിറ്റിന് കൂടി അദ്ദേഹം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്.
പക്ഷെ ഒരു പ്രൈമറി ഫുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഒരു നാച്ചുറൽ ഫോമിൽ നമുക്ക് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടി ഒരു സാധാരണ വ്യക്തിയുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു കാര്യത്തെ ആയിരിക്കണം നമ്മൾ എപ്പോഴും പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത്. അതൊരു മത്സ്യബന്ധനം അതിന് പോകുന്ന ഒരു മുക്കുവൻ അല്ലെങ്കിൽ ഫിഷർമാൻ, അദ്ദേഹം മീൻ പിടിക്കുന്നത് അന്നത്തെ ആഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന് മീൻ പിടിച്ച് കഴിച്ച് കിടന്നുറങ്ങിയേക്കാം, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് മീൻ പിടിച്ച് വറുത്ത് നിന്ന് കിടന്നുറങ്ങിയേക്കാം എന്നല്ലല്ലോ അദ്ദേഹം കൂടുതൽ ചിന്തിക്കാം. ഇന്ന് കൂടുതൽ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വിറ്റ് പണം ഉണ്ടാക്കി ജീവിക്കാം എന്നല്ലേ കരുതുക. അപ്പൊ അദ്ദേഹം ഇതിനെ കാണുന്ന ഒരു പ്രൈമറി ഫുഡായിട്ടല്ല, പകരം എന്താണ്? അദ്ദേഹത്തിന് ഒരു ഇക്കണോമിക് റിസോഴ്സ് ആയിട്ടാണ്, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു റിസോഴ്സ് തരുന്ന ഒന്നാണെന്ത്? ഈ ഫിഷ്. അപ്പൊ ഇതാണ് ഇതിൽ നിന്നുള്ള ഒരു വ്യത്യാസം. ഒരു ഫാർമറിന് അതൊരു പ്രൈമറി ഫുഡ് മാത്രമല്ല, ഒരു ഫിഷർമനിന് മീൻ എന്ന് പറയുന്ന ഒരു പ്രൈമറി ഫുഡ് മാത്രമല്ല, പകരം ഒരു ഇക്കണോമിക് റിസോഴ്സ് കൂടിയാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ഒരു മീൻ കയ്യിലേക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു മാമ്പഴം കയ്യിലേക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു തക്കാളിപ്പഴം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ, അത് ഭൂമിയിൽ പ്രകൃതിയിൽ നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഭക്ഷണമാക്കാനാണ് നമ്മൾ പ്രാഥമികമായിട്ട് ചിന്തിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, അത്തരത്തിലുള്ള നാച്ചുറൽ ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈമറി ഫുഡ് എന്ന് പറയും. പ്രൈമറി ഫുഡ് എന്ന് പറയും. അപ്പൊ ഈ ഒരു കണ്ടന്റ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നാച്ചുറൽ ഫോമിൽ കാണപ്പെടണം. പിന്നെ കാണുന്ന ഒരു ഹാൻഡ്സ് ഓഫ് എ പേഴ്സൺ എന്നുള്ള കാര്യം ഓർത്തിരുന്നോണം. അതർ ദാൻ ഫാർമർ ഓർ ഫിഷർമാൻ എന്നവർ പ്രത്യേകമായിട്ട് ഡെഫിനേഷൻ പറയുന്നുണ്ട് കേട്ടോ. അതർ ദാൻ ഫാർമർ ഓർ ഫിഷർമാൻ, ഈ 3 കാര്യങ്ങൾ അവർ ഡെഫിനേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്ന് ഓർത്തിരുന്നു. ഓക്കെ, ഇതാണ് പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രൈമറി ഫുഡ്. അപ്പൊ ഞാൻ ഈ കൂടെ എഴുതുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നതിന്റെ കൂടെ എഴുതുന്നവരുണ്ടോ? അതോ പിന്നീട് PDF ഷെയർ ചെയ്ത് കഴിയുമ്പോഴാണോ നിങ്ങൾ ഇത് നോട്ടിലേക്കോ അല്ലെങ്കിൽ എഴുതി വെക്കുക? കൂടെ എഴുതുന്നവരുണ്ട്. കൂടെ എഴുതുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് സമയം തരുന്നതായിരിക്കും കേട്ടോ. കൂടെ എഴുതുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് സമയം തരുന്നതാണ്. നിങ്ങൾ എല്ലാവരും എഴുതി കഴിഞ്ഞു, യെസ് കഴിഞ്ഞു എന്ന് കമന്റ് ചെയ്താലേ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ കൂടെ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് സമയം തരും. ഓക്കെ. നാദിറ, നോ ഇഷ്യൂസ് കേട്ടോ. ആദ്യത്തെ ക്ലാസ് ഒന്നും ഒരു പ്രശ്നമല്ല. എന്റെ ക്ലാസ്സിൽ തന്നെ ആദ്യം ഇരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം നാദിറ. ഇനിയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകണം കേട്ടോ. സോ നാദിറ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പില് നമ്മുടെ കോണ്ടാക്ട് നമ്പറുകളുണ്ട്. നമ്മുടെ കോർഡിനേറ്ററുടെ നമ്പർ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ലൈവായിട്ട് കാര്യങ്ങൾ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക നാദിറ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, നസീബ കഴിഞ്ഞു, അഞ്ജു കഴിഞ്ഞു, അശ്വതി കഴിഞ്ഞു, അസ്ന കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഡോക്ടർ രാഹുൽ നോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, എഴുതുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞു. റിയൽമി കഴിഞ്ഞു. ഓക്കെ, അപ്പം കുറച്ചധികം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അപ്പം എഴുതി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈമറി ഫുഡ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫുഡ്. പ്രൈമറി ഫുഡ്, പ്രാഥമികമായ ഭക്ഷണം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി ഫുഡ് എന്താണെന്ന് നോക്കാം. ഫുഡ് എന്ന് പറയുന്ന ഒരു ആശയത്തെ, ഫുഡ്, FOOD, ഫുഡ്, നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ പലതവണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫുഡ്. ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണ്ടേ, അല്ലെ? നമ്മൾ സാധാരണ മലയാളികൾ ഒരു വ്യക്തിയെ ആദ്യം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സല്യൂട്ടേഷൻ, അല്ലെങ്കിൽ സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമായിരിക്കും കഴിച്ചോ, അല്ലെങ്കിൽ കഴിച്ചോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലെ? അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഈ ക്ലാസ്സിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കുറച്ച് കണ്ടന്റ് ഉണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഇതിനകത്ത് ഒന്ന് ബോൾഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആശയം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഫുഡ് മീൻസ് എനി സബ്സ്റ്റൻസ്, വെദർ പ്രോസസ്ഡ്, പാർഷ്യലി പ്രോസസ്ഡ് ഓർ അൺപ്രോസസ്ഡ്. അതായത് പ്രോസസ് ചെയ്ത ഫുഡ് ആവാം, പാർഷ്യലി ഭാഗികമായിട്ട് പ്രോസസ് ചെയ്തതാവാം, അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാത്ത സംഗതി ആവാം, എന്തും ആവാം, പക്ഷേ which is intended for human consumption. ഓക്കെ, മനുഷ്യന് ഭക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാവണം. അവിടെ ആനിമൽസിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. which is intended for human consumption, ഒരു മനുഷ്യന് കഴിക്കാനായിട്ട് സാധിക്കുന്ന സംഗതി ആവണം. പക്ഷെ അത് പ്രോസസ്ഡ് ഫോമിലാവാം, പാർഷ്യലി പ്രോസസ്ഡ് ഫോമിലാവാം, അൺപ്രോസസ്ഡ് ഫോമിലും ആവാം. ഒരുപക്ഷെ PSC നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ഫുഡ് എന്ന് പറയുന്ന താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ഫുഡിന്റെ കൃത്യമായ ഡെഫിനിഷൻ എന്ന് ചോദിച്ചിട്ട് ഒരുപക്ഷെ PSC നമുക്ക് തരും മീൻസ് എനി സബ്സ്റ്റൻസ് വിച്ച് ഈസ് പ്രോസസ്ഡ് ഫോം, അല്ലെങ്കിൽ മീൻസ് എനി സബ്സ്റ്റൻസ് ഇൻ പ്രോസസ്ഡ് ഫോം വിച്ച് ഈസ് ഇന്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്നായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് മീൻസ് എനി സബ്സ്റ്റൻസ് പ്രോസസ്ഡ്
ആൻഡ് പാർഷ്യലി പ്രോസസ്ഡ് വിച്ച് ഈസ് ഇന്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ എന്നായിരിക്കും അടുത്ത സ്റ്റേറ്റ്മെന്റ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തരുന്നത് മീൻസ് എനി സബ്സ്റ്റൻസ് വെയർ പ്രോസസ്ഡ്, പാർഷ്യലി പ്രോസസ്ഡ് ഓർ അൺപ്രോസസ്ഡ് വിച്ച് ഈസ് ഇന്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ എന്നായിരിക്കും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ നൺ ഓഫ് ദി അബോവ് എന്നും ആയിരിക്കും. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ നൺ ഓഫ് ദി അബോവ് എന്നും ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇത്രയും വലിയൊരു പാരഗ്രാഫ് കാണാതെ പഠിച്ചില്ലെങ്കിൽ പോലും ആദ്യത്തെ ഫസ്റ്റ് സെന്റൻസ് എങ്കിലും നമ്മുടെ കയ്യിൽ ഓർമ്മയുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിൽ എന്തായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ ആയിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും, സി ആയിരിക്കും, ഡി ആയിരിക്കും വരിക. ഞാനിപ്പോ ഈ പറഞ്ഞ ഈ കൺസെപ്റ്റിൽ ഒരുപക്ഷെ PSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഫുഡിന്റെ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്ന് അവർ ചോദിച്ചാൽ എന്തായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആയിരിക്കും വരിക അല്ലെ? ഓപ്ഷൻ സി ആയിരിക്കും വരിക. കാരണം എന്താ? പ്രോസസ്ഡ് ആവാം, പാർഷ്യലി പ്രോസസ്ഡ് ആവാം, അൺപ്രോസസ്ഡ് ആവാം അല്ലെ? അൺപ്രോസസ്ഡ് ആവാം. മൂന്ന് കാര്യങ്ങളിലും ഫുഡ് എന്ന് പറയുന്ന ആശയം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ PSC ചോദിക്കുക. അല്ലാതെ ഈ വലിയ പാരഗ്രാഫ് മുഴുവൻ ഒരു ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കില്ല. അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഇളക്കിയെടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവർ ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ. സോ അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഫുഡ് മീൻസ് എനി സബ്സ്റ്റൻസ് വെദർ പ്രോസസ്ഡ്, പാർഷ്യലി പ്രോസസ്ഡ് ഓർ അൺപ്രോസസ്ഡ് വിച്ച് ഈസ് ഇന്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. അവിടെയും ചിലപ്പോൾ PSC എന്തെങ്കിലും ആഡ് ചെയ്യും. വിച്ച് ഈസ് ഇന്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ എന്ന് പറയാതെ വിച്ച് ഈസ് ഇന്റൻഡഡ് ഫോർ കൺസപ്ഷൻ എന്ന് മാത്രം വന്നാലും അവിടെ തെറ്റ് വരും. ഹോംസേ നമ്മുടെ എന്ത് ടോപ്പിക് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 എന്ന് പറയുന്ന. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സിലബസിലെ അതിന്റെ ഒന്നാം ഭാഗമായിട്ട് ഡെഫിനിഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഡെഫിനിഷൻസ്, പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസ് നമ്മൾ കാണുമായിരുന്നു. ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടു, പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത് ഈ ആക്ടിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. പ്രൈമറി ഫുഡ് അത് ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ ഹോംസ് ഒന്ന് എടുത്ത് നോക്കിക്കോണം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് എന്താണ് ഫുഡ്. ഫുഡിനെ എങ്ങനെയാണ് ഈ ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കി വരികയായിരുന്നു കേട്ടോ, നോക്കി വരികയായിരുന്നു. ഓക്കെ, ദെൻ ഹ്യൂമൻ കൺസപ്ഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് പ്രൈമറി ഫുഡ് ടു ദ എക്സ്റ്റെന്റ് ഡിഫൈൻഡ് ഇൻ ക്ലോസ് ZK. അപ്പൊ ഈ ക്ലോസ് ZK എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട, അത് നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടിരുന്നു. ZKയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൈമറി ഫുഡ്. ഓക്കെ, പ്രൈമറി ഫുഡ്. അപ്പോൾ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം പ്രൈമറി ഫുഡ് ഉൾക്കൊള്ളും. ഓക്കെ, അതിനുശേഷം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഫുഡ് ഉൾക്കൊള്ളും. ഫുഡ് കണ്ടെയ്നിങ് സച്ച് ഇൻഗ്രീഡിയൻസ്, ഇൻഫന്റ് ഫുഡ്, പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ, ആൽക്കഹോളിക് ഡ്രിങ്ക്, chewing gum and any substance including water used into the food during its manufacture, preparation or treatment. ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് എന്ന് പറയുന്ന ആശയത്തിനകത്ത് ഉൾക്കൊള്ളുക. അതായത് എന്തൊക്കെയാണ്? പ്രൈമറി ഫുഡ് ഉൾക്കൊള്ളും. എന്താണ് പ്രൈമറി ഫുഡ് എന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റഡി പഠിച്ചു. രണ്ടാമതായിട്ട് എന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ഉൾക്കൊള്ളും, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഫുഡ് ഉൾക്കൊള്ളും. ഫുഡ് കണ്ടെയ്നിങ് സച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലെങ്കിൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെ എന്തിനകത്ത് ഉൾപ്പെടുത്താം? ഫുഡ് എന്ന് പറയുന്ന ആശയത്തിനകത്ത് ഉൾപ്പെടുത്താം. ഇൻഫന്റ് ഫുഡ് ഇതിനകത്ത് ഉൾപ്പെടുത്താം. പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ഫുഡ് എന്ന് പറയുന്ന ആശയത്തിനകത്ത് ഉൾപ്പെടുത്താം. ആൽക്കഹോളിക് ഡ്രിങ്ക് അതും ഫുഡിനകത്ത് ഉൾപ്പെടുത്താം. chewing gum ഫുഡിനകത്ത് ഉൾപ്പെടുത്താം. എനി സബ്സ്റ്റൻസ് ഇൻക്ലൂഡിംഗ് വാട്ടർ യൂസ്ഡ് ഇൻ ടു ദി ഫുഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ, പ്രിപ്പറേഷൻ ഓർ ട്രീറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങളെയാണ് ഫുഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നമ്മുടെ ആക്ട്, നമ്മുടെ നിയമം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും PSC ചോദ്യം ചിലപ്പം ഇതിന്റെ ഭാഗം അല്ലാത്തതിനെ ആയിരിക്കും. ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ആനിമൽ ഫീഡ്. ആനിമൽ ഫീഡ്, മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് അല്ലെ, ആനിമൽ ഫീഡ്, അതിനെ ഈ ആക്ടിനകത്ത് ഒരു ഫുഡായി പരിഗണിച്ചിട്ടില്ല. ദെൻ ലൈവ് ആനിമൽസ് അൺലെസ് ദേ ആർ പ്രിപ്പയർഡ് ഓർ പ്രോസസ്ഡ് ഫോർ പ്ലേസിംഗ് ഓൺ ദ മാർക്കറ്റ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. ഇതിപ്പം നിലവിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈസ്റ്റർ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഈ കാളകളെയും പോത്തിനെയൊക്കെ ഈ സ്ലോട്ടറിങ് സെന്ററുകളുടെ ഒക്കെ സൈഡിൽ കൂടെ കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്ന കാണാം, തെങ്ങയിലൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന കാണാം. അവര് ഫുഡ് ആകാനുള്ള ആൾക്കാരാണ്, പക്ഷെ അവര് ഫുഡല്ല. ജീവനോട് ലൈവായിട്ട് നിൽക്കുന്ന അവരെ നമുക്ക് ഒരിക്കലും ഫുഡായിട്ട് കാണാൻ പറ്റില്ല. അവരെ പ്രോസസ് ചെയ്ത് മീറ്റ് ആയിട്ട് കടകളിൽ പ്രസന്റ് ചെയ്താൽ മാത്രമേ അവരെന്താവുള്ളൂ, ഫുഡ് എന്ന് പറയുന്ന സംഗതിയായിട്ട് മാറുള്ളൂ. അല്ലാതെ ജീവനോടെ നിൽക്കുന്ന സംഗതി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുഡായിട്ട് കാണാനായിട്ട് പറ്റില്ല. അവരെ ഫുഡായിട്ട് കാണണമെങ്കിൽ ദേ ഷുഡ് ബി പ്രിപ്പയർഡ് ഓർ പ്രോസസ്ഡ് ഫോർ പ്ലേസിംഗ് ഓൺ ദ മാർക്കറ്റ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ. ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ പ്രോസസ് ചെയ്ത് ആ മൃഗത്തിനെ
പ്രിപ്പയർ ചെയ്ത് പ്രോസസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, അതൊരു ഫുഡ് എന്ന് പറയുന്ന സംഗതിയായിട്ട് മാറുള്ളൂ. വെറുതെ തെങ്ങ കെട്ടിയിട്ടിരിക്കുന്ന പോത്തിനെ കണ്ട നാളത്തേക്കുള്ള ഫുഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുഡല്ല, അത് ഫുഡല്ല. അത് നമ്മുടെ ആക്ട് പ്രകാരം അത് ഫുഡല്ല. ദെൻ പിന്നെ എന്തൊക്കെയാ ഫുഡ് അല്ലാതെ? പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ്. നല്ല കൊയ്യാനായിട്ട് പാകമായിട്ട് നിൽക്കുന്ന പാടം നോക്കിയിട്ട് നിറഞ്ഞു നല്ല ഇഷ്ടംപോലെ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഈ നെല്ല് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഫുഡായി മാറുന്നുള്ളൂ. അവിടെ അതൊരു നെൽച്ചെടിയായിട്ട് വിളഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം അതെന്തല്ല, അത് ഫുഡല്ല. ഓർത്തോണം. ദെൻ ഡ്രഗ്സ് ആൻഡ് മെഡിസിനൽ പ്രോഡക്ട്സ് ഫുഡല്ല, ഫുഡായിട്ട് കാണാൻ പറ്റില്ല. ഡ്രഗ്സിനെയും മെഡിസിനൽ പ്രോഡക്ട്സിനെയും നമുക്ക് ഫുഡ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. ദെൻ കോസ്മെറ്റിക്സ് ഫുഡല്ല. നാർക്കോട്ടിക് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഫുഡല്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്തേക്ക് വരുന്നില്ല എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു ഒറ്റ ഡെഫിനിഷനകത്ത് നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ് പ്രോസസ്ഡ്, പാർഷ്യലി പ്രോസസ്ഡ്, അൺപ്രോസസ്ഡ്, ഇന്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താ? എന്തൊക്കെയാണ് ഫുഡ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രൈമറി ഫുഡ് മുതൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വരുന്ന വെള്ളം വരെ, ഇൻക്ലൂഡിങ് വാട്ടർ യൂസ്ഡ് ഇൻ ദ ഫുഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ. മൂന്നാമത്തെ പാർട്ട് എന്താണ്? ഫുഡ് അല്ലാത്ത ഭാഗം എന്തൊക്കെയാണ്? അതാണ് റെഡ് കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം എന്താണ് ഫുഡ്, രണ്ടാമത്തെ ഭാഗം ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, മൂന്നാമത്തെ ഭാഗം എന്താണ്? ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനുള്ളിൽ വരാത്തത് എന്തൊക്കെയാണ്. അങ്ങനെ മൂന്ന് പോർഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പോർഷൻ എന്താണ് ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. രണ്ടാമത്തെ പോർഷൻ എന്താ? ഈ കൺസെപ്റ്റിന് ഉള്ളിൽ വരുന്ന കണ്ടന്റുകൾ, സംഗതികൾ എന്തൊക്കെയാണ്. മൂന്നാമത്തെ പോർഷൻ എന്താ? ഈ കൺസെപ്റ്റിന്റെ പുറത്ത് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഈ ഒരു സംഗതിയെ ഡിവൈഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫുഡ് എന്ന് പറയുന്ന ഒരു ആശയം ഈ ആക്ടിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കൺസെപ്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് സംഗതി എന്നുള്ളത് കിട്ടിയെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നോട് ഒന്ന് ഓക്കെ പറഞ്ഞോളുക. നമുക്ക് അടുത്ത ഡിഫിനേഷനിലേക്ക് പോവാം. ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ? ഇതുപോലെ മൂന്ന് ലെവലിൽ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഓർത്ത് വെച്ചോണേ. ഒരുമിച്ച് കാണാതെ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് അത് കൈ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് മൂന്നായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങ് ഓർത്തിരുന്നാൽ മതി. ആദ്യത്തെ പാർട്ട് എന്താണ് ഫുഡ്, രണ്ടാമത്തെ പാർട്ട് എന്തൊക്കെയാണ് ഫുഡ്, മൂന്നാമത്തെ പാർട്ട് എന്തൊക്കെയല്ല ഫുഡ്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും അവർ ചോദ്യം ചോദിക്കുക. അല്ലാതെ ഇത് മൂന്നിനെ ഒരുമിച്ച് ഒരു ഡെഫിനിഷൻ ആക്കി അവർ ഒരിക്കലും നമുക്ക് തരില്ല. കാരണം അവർക്കും അറിയാം ഇത് മൊത്തം കാണാതെ പഠിച്ചിട്ട് വന്ന് എഴുതുക എന്നുള്ളത് അത്ര ശ്രമകരമായ ഒരു കാര്യമാണെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് ഈ മൂന്ന് പാർട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ട് ബേസ് ചെയ്തായിരിക്കും അവര് ചോദ്യങ്ങൾ നമുക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ അതിനെ ഒന്ന് ഓർത്തു വെച്ചോണം. ക്ലിയർ ആയി? എഴുതി കഴിഞ്ഞു. ജയന്തി, നസീബ എഴുതി കഴിഞ്ഞു, കൃഷ്ണപ്രഭ എഴുതി കഴിഞ്ഞു, രാഹുൽ എഴുതി കഴിഞ്ഞു, അഞ്ജു എഴുതി കഴിഞ്ഞു, ലമീസ്, നിവേദിത കിട്ടിയിട്ടുണ്ട്, സജില എഴുതി കഴിഞ്ഞു, റിയൽമി എഴുതി കഴിഞ്ഞു, മെർലീനാസ് ഐഫോൺ എഴുതി കഴിഞ്ഞു. ഓക്കെ, റിനോ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, റിനോ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഞാൻ നിങ്ങൾ എഴുതി കഴിയുന്നതിന് മുമ്പ് മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് അതിന് പരിഹാരം ഉണ്ടാകാം. ഫാത്തിമ തസ്നി കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അൺസേഫ് ഫുഡ്. അപ്പൊ നമ്മൾ പ്രൈമറി ഫുഡ് കണ്ടു. അശ്വതി, ഉറപ്പായിട്ട് ഞാൻ ഈ നോട്ട് ഷെയർ ചെയ്യും കേട്ടോ, ഉറപ്പായിട്ട് ഷെയർ. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ഒന്ന് ഈ നോട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ ഈ നോട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ ക്ലാസ്സിൽ എന്നോടൊപ്പം എഴുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ എഴുതിയോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. നോട്ട് എന്താണെന്ന് ഷെയർ ചെയ്യും. അപ്പൊ നമ്മൾ പ്രൈമറി ഫുഡ് കണ്ടു, ഫുഡ് എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ?
സ്ക്രീൻ വിസിബിൾ ആണോ? ഒന്ന് ചാറ്റി പറയാവോ? സ്ക്രീൻ വിസിബിൾ ആണ് അല്ലേ? ഓക്കെ, ശരി ശരി ശരി. പിന്നാണെങ്കിൽ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കോ കേട്ടോ. ഈ എന്താണ് അൺസേഫ് ഫുഡ്, ഇത് കൂടെ നമുക്കൊന്ന് നോക്കാം. അൺസേഫ് ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് കൂടെ ഒന്ന് നോക്കാമേ. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ജയന്തി വിസിബിൾ ആണ്, ശ്രീനാഥ് വിസിബിൾ ആണ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ പ്രൈമറി ഫുഡ് കണ്ടു, ഫുഡ് എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് അൺസേഫ് ഫുഡ്, ഇതാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ട മേഖലകൾ ഇതാണല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു അടുത്ത 2025 നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യേണ്ട മേഖല ഇതാണ്, അൺസേഫ് ഫുഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് അൺസേഫ് ഫുഡ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നോക്കിക്കേ, എന്താ ഒരു അൺസേഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ? മീൻസ് an article of food whose nature, substance or quality is so affected as to render it injurious to health. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള സബ്ജക്റ്റ്, ആഹാര പദാർത്ഥങ്ങളെ നമുക്ക് എന്ത് പറയാം? അൺസേഫ് ഫുഡ് എന്ന് പറയാം. ആരോഗ്യത്തിനെ ഹാനികരമായി ബാധിക്കുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങളെയൊക്കെ നമ്മൾ എന്ത് പറയും? അൺസേഫ് ഫുഡ് എന്നാ പറയും. അൺസേഫ് ഫുഡ്. ഓക്കെ, അൺസേഫ് ഫുഡ്. അപ്പൊ ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് മാനങ്ങൾ ഈ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൽ നമ്മൾ കാണുന്നുണ്ട്. അൺസേഫ് ഫുഡിനെ സംബന്ധിച്ച് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് അവർ ഈ ആക്ടിനകത്ത് തരുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ബൈ ദ ആർട്ടിക്കിൾ ഇറ്റ് സെൽഫ് or its package thereof, which is composed whether wholly or in part of poisonous or deleterious substances. ഒന്നെങ്കിൽ ആ സംഗതി തന്നെ ഒരു വിഷാംശം കലർന്നതോ അല്ലെങ്കിൽ എന്താണ് അപകടകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു ആഹാര വസ്തു ആവാം, അല്ലെങ്കിൽ ഇത് പാക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് അപകടകരമായ ചില വസ്തുക്കൾ ഇടം പിടിക്കുകയോ അതിലൂടെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ഭക്ഷണ സാധനത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ടോ അല്ലെങ്കിൽ അതിന് മുഴുവനായിട്ടോ ഒരു മനുഷ്യ ശരീരത്തിന് വിഷാംശം പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയായിട്ട് മാറിയാൽ അതൊരു അൺസേഫ് ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് മാറുന്നു. അൺസേഫ് ഫുഡ് എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറുന്നു. Then by the article consisting wholly or in part of any filthy, putrid, rotten, decomposed or diseased animal substance or vegetable substance. ഇതിനകത്ത് ഇത് പലപ്പോഴായിട്ട് നമ്മൾ പോലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണിനകത്തു നിന്നും അരിച്ചാക്ക് പരിശോധിച്ചപ്പോൾ അതിനകത്തുനിന്ന് മരണപ്പെട്ടു പോയ എലിയുടെ ശവകുടീരം കിട്ടിയെന്നും, അല്ലെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്നും ഒക്കെ വാർത്തകൾ വന്നിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യെസ് ഓർ നോ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടിക്കകത്ത് ഇതുപോലെ ആനിമൽസിന്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ വെജിറ്റബിൾസിന്റെ അവശിഷ്ടങ്ങൾ, ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിനകത്ത് അകപ്പെട്ടു പോകാനുള്ള ഇടയുണ്ട്. അത് പലപ്പോഴും വാർത്തയാകാറുമുണ്ട്, നമ്മൾ അത് കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. ഇത്തരം ഒരു സാഹചര്യവും അൺസേഫ് ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ജയന്തി കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരു മിനിറ്റ്. ഓക്കെ, യെസ്. അതുപോലെ മൂന്നാമത്തെ കാര്യം, ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് അൺഹൈജീനിക് പ്രോസസിംഗ് or the presence in that article of any harmful substance. അതായത് ചില ഭക്ഷണ സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഇത് ഉണ്ടാക്കുന്ന സാഹചര്യവും സ്ഥലവും ഒക്കെ നമ്മളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ ആ സംഗതി കഴിക്കാൻ താല്പര്യപ്പെടില്ല. ചില ഹോട്ടലുകളിലൊക്കെ ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പഴംപൊരി കഴിക്കുകയാണെങ്കിൽ അവിടെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ കഴിക്കുകയാണെങ്കിൽ ആ ഹോട്ടലിൽ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ചിക്കൻ കറി കഴിക്കുകയാണെങ്കിൽ ഈ ഹോട്ടലിൽ തന്നെ കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയും.
പക്ഷെ അബദ്ധത്തിൽ ഈ ഹോട്ടലുകളുടെയൊക്കെ അടുക്കളകളിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് കയറി കണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചായ മുക്കാം. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ കുളിക്കുകയാണ് മാന്യമായിട്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന രാഹുലിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടാ. ഞാൻ വളരെ ചുമ്മാ ഒരു അവിചാരിതമായിട്ട് അടുക്കളയുടെ ഭാഗത്തൂടി പോകേണ്ടി വന്നപ്പോൾ ഫുഡുണ്ടാക്കുന്ന ചട്ടിയൊക്കെ അടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. തൊട്ട് സൈഡിൽ മാറുന്ന ഒരാൾ തേച്ച് കലക്കി കുളിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരിക്കലും ആ ഹോട്ടലിൽ പോയി എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുഡ് കഴിക്കാനായിട്ട് ഒരിക്കലും തോന്നില്ല. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും നമ്മൾ. അപ്പൊ ഇത്തരത്തില് എന്താണ് നമ്മുടെ ഭക്ഷണങ്ങളില് എന്താണ് അൺഹൈജീനിക് ആയിട്ടുള്ള പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്, മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനി. കോളേജ് ഹോസ്റ്റലിലെ അത് പിന്നെ പറയണ്ട, അത് അതുക്കും മേലെ. കോളേജ് ഹോസ്റ്റലിലെ മെസ്സിലെ ഫുഡിന് പകരം വേറെ എന്താ തരുന്നതെന്നൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യേണ്ട ഒരു ഭാഗം തന്നെയാണത്. ഓക്കെ, ഹോസ്റ്റലിലൊക്കെ നിന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാരാ പറഞ്ഞത്? ശ്രീനാഥ്. അത് തന്നെ അതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഇതെന്താണ് അൺസേഫ് ഫുഡിനുള്ള മറ്റൊരു ഉദാഹരണമാണ്. അൺസേഫ് ഫുഡ് എന്നതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഫുഡ് പ്രോസസ് ചെയ്യുന്നത്. വൃത്തി കൂടിയിട്ട് രമ്യ പറയുന്നത് വൃത്തി കൂടിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ഓർത്ത് ആ ചേട്ടൻ അത്ര വൃത്തി കൂടിയത് കൊണ്ടായിരിക്കുമല്ലോ ഈ ഭക്ഷണത്തിന്റെ അടുത്ത് നിന്ന് കുളിക്കുന്നത്. അത്രയ്ക്കും വൃത്തിയോടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി അവര് ഒരുപക്ഷെ ചെയ്യുന്ന സൈക്കോളജിക്കൽ മൂവ് ആയിരിക്കും. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഓടിത്തള്ളി പിന്നെ ഞാൻ ആ പരിസരത്തോട്ട് പോയിട്ടില്ല. ഇനി നാലാമത്തെ കാര്യം, ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ഇൻഫീരിയർ ഓർ ചീപ്പർ സബ്സ്റ്റൻസ് വെദർ ഹോളി ഓർ ഇൻ പാർട്ട്. അപ്പോ ഇതിനകത്ത് ഈ ഒരു നമ്മുടെ ഭക്ഷണ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനുള്ളിലേക്ക് അതുമായിട്ട് എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വളരെ ചീപ്പായിട്ടുള്ള സംഗതികൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തൂക്കം കൂട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് എനിക്ക് ഈ ഒരു കണ്ടന്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത് പഴയൊരു സിനിമയുണ്ട്. ജയറാമൊക്കെ അഭിനയിച്ച പഴയൊരു സിനിമ, കഥാനായകൻ എന്ന ഈ സിനിമയുടെ പേര്. ഇതിനകത്ത് എന്താണ് രാജസേനൻ സംവിധാനം ചെയ്തൊരു സിനിമ. ഇതിനകത്ത് ഈ നമ്മുടെ മാമുക്കോയ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. അതായത് ഇദ്ദേഹം എന്താണ് അരിക്കകത്ത് മണല്, പഞ്ചസാരക്കകത്ത് എന്തോ സാധനം പൊടിച്ചു ചേർക്കുക, അതുപോലെ എല്ലാ സംഗതിക്കകത്തും ചീപ്പായിട്ടുള്ള സംഗതികൾ പൊടിച്ചു ചേർത്തിട്ട് അദ്ദേഹം അതിന് തൂക്കം കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് അദ്ദേഹം അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിനുവേണ്ടി തന്നെ ആ സിനിമ പോയി കാണാതൊന്നുമില്ല, കണ്ടിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാം. അതായത് ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പം മുളക് പൊടി എടുക്കുക. മുളക് പൊടി ഇപ്പം നമ്മുടെ മുളക് ഉണക്കി പൊടിക്കുന്ന ആണല്ലോ മുളക് പൊടി. ഈ മുളക് പൊടിക്ക് തൂക്കം കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഇഷ്ടികയും കൂടെ പൊടിച്ചങ്ങ് ചേർക്കും. മുളക് പൊടിക്ക് കളറും തൂക്കവും കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഇഷ്ടികയും കൂടെ പൊടിച്ച് ഇതിനകത്തോട്ടങ്ങ് ചേർക്കും. അപ്പൊ എന്താണ്, മുളക് പൊടിയേക്കാൾ ഇൻഫീരിയർ ആയിട്ടുള്ള ചീപ്പർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. എന്തിനാ? തൂക്കം കൂട്ടാനായിട്ടും അതിനനുസരിച്ച് ലാഭം കൂടാൻ. പൊടിമണൽ, പഞ്ചസാര. അത് തന്നെ, പഞ്ചസാരക്കകത്ത് നല്ല വെള്ളാരങ്കല്ലിന്റെ പൊടിമണല് അങ്ങോട്ട് ചേർത്തിട്ട് അങ്ങോട്ടങ്ങ് ഇടും. 1 കിലോയ്ക്ക് 1.5 കിലോ മസ്റ്റ് ആയിട്ടും കിട്ടും എന്നുള്ള രീതിയിൽ ഇൻഫീരിയർ ആയിട്ടുള്ള ചീപ്പർ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് വിൽക്കുന്നുണ്ട്. ഇതും അൺസേഫ് ഫുഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. തേർഡ് പോയിന്റ് സ്ലൈഡ് ഒന്നുകൂടി കാണിക്കാം. തേർഡ് പോയിന്റ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഉദ്ദേശിച്ചത്. ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് അൺഹൈജീനിക് പ്രോസസിംഗ് ഓർ ദി പ്രസൻസ് ഇൻ ദാറ്റ് ആർട്ടിക്കിൾ ഓഫ് എനി ഹാർംഫുൾ സബ്സ്റ്റൻസ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് ഹാർംഫുൾ സബ്സ്റ്റൻസുകൾ കാണും. അതിനകത്തൊരു സംശയമില്ല. കഥാനായകൻ സച്ചി, ഞാൻ അതാ ഉദ്ദേശിച്ചത്. ജയറാമിന്റെ രാജസേനന്റെ ഒരു പഴയൊരു മൂവിയാണ് കഥാനായകൻ. ഇതിനകത്ത് മമ്മുക്കോയ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് ഈ പഞ്ചസാരക്കകത്തും അരിക്കകത്തും വെളിച്ചെണ്ണക്കകത്തും ഒക്കെ ഈ വളരെ ചീപ്പായിട്ടുള്ള സംഗതികൾ ആഡ് ചെയ്ത് ആൾക്കാർ അറിയാതെ വിറ്റ് പണം ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് കച്ചവടക്കാരാണ് അദ്ദേഹം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അറിയാം, ഈ കറി പൗഡറുകളിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. മുളക് പൊടിക്കകത്ത് ഇഷ്ടിക പൊടി ചേർക്കുക, ഈ മഞ്ഞൾ പൊടിക്കകത്ത് മറ്റ് പല സംഗതികളും കളർ ചെയ്തിട്ട് അറക്കപ്പൊടിയൊക്കെ പൊടിച്ച് ചേർക്കുക. അറക്കപ്പൊടിയൊക്കെയാണ് കൂടുതൽ മഞ്ഞൾ പൊടിക്കകത്ത് ചേർക്കുന്നത്. അപ്പൊ ഇതാണ് ഈ 4th പോയിന്റിന്റെ ഒരു കൈൻഡ് ഓഫ് എക്സാമ്പിൾ. അപ്പൊ പെപ്പറിനകത്ത് പപ്പായയുടെ അനിത അത്രയും കഷ്ടപ്പെട്ട് പപ്പായയുടെ സീഡൊക്കെ എടുത്ത് പെപ്പറിനകത്ത് ചേർക്കുന്നവരുണ്ടല്ലേ. ഓ മൈ ഗോഡ്, അത് ഞാൻ പുതിയൊരു അറിവാണ്. പപ്പായയുടെ കുരു ഏകദേശം പെപ്പറും സെയിം ആണ്. ശരിയാ ഓക്കെ. ഇത് മാത്രം പപ്പായ എവിടെ ഇരിക്കുന്നതാവേ. ഓക്കെ, എന്നാലും കൊള്ളാം, അത് പുതിയൊരു അറിവായിരുന്നു.
ഓക്കെ, അഞ്ചാമത്തത് ബൈ അഡീഷൻ ഓഫ് സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഓർ ആസ് ആൻ ഇൻഗ്രീഡിയന്റ് വിച്ച് ഈസ് നോട്ട് പെർമിറ്റഡ്. അതായത് അനുവദനീയമല്ലാത്ത സംഗതികൾ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം സർക്കാർ പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ള, ഗവൺമെന്റ് നിരോധിച്ചിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ഭക്ഷണ സാധനത്തിലൂടെ ആഡ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് തരിക, നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങോട്ട് കഴിക്കുക. ഇതും അൺസേഫ് ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നതാണ്. ദെൻ ആറാമത്തെ പോയിന്റ് ബൈ ദ അബ്സ്ട്രാക്ഷൻ ഓൺലി ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ്. അതായത് എന്താണ്, ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്താണ് അതിന്റെ മുഴുവൻ ഭാഗമായിട്ടോ എന്ത് ചെയ്യുക, എന്താ ഈ അഡൾട്രേഷന്റെ ഭാഗമായിട്ട് വരുന്ന എന്താണ് സംഗതികൾ. ഇതൊക്കെ അൺസേഫ് ഫുഡിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പൊ നിങ്ങളോട് ഞാനിത് പറയുന്നത് ഒരുപക്ഷെ PSC ഇത് മുഴുവൻ ചോദിക്കും എന്നുള്ളത് കൊണ്ടൊന്നും അല്ല. നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസറായി കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങൾ പിടിക്കേണ്ടതാണ്, ഈ സംഗതികളെല്ലാം നിങ്ങൾ പിടിക്കേണ്ടതാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതോളൂ കേട്ടോ. ബൈ ദ ആർട്ടിക്കിൾ ബി, അടുത്തതാണ് നമുക്ക് പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ബൈ ദ ആർട്ടിക്കിൾ ബീങ് സോ കളേർഡ്, ഫ്ലേവേർഡ് ഓർ കോട്ടഡ്, powdered or polished as to damage or conceal the article or to make it appear better or of greater value than it really. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഒരു ഉദാഹരണം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഹൽവ എന്ന് പറയുന്നത്, കോഴിക്കോടൻ ഹൽവ അല്ലെങ്കിൽ ഈ ഹൽവ എന്ന് പറയുന്ന സാധനം. ഈ സംഗതികൾ നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഈ കടകളിൽ ഇഷ്ടം പോലെ ഈ പച്ചയും മഞ്ഞയും ചുമലയും ഒക്കെ നിറത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഹൽവ കൊണ്ടു വെക്കും. ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് രസം തോന്നും, എന്ത് അടിപൊളി ഒരെണ്ണം മേടിച്ച് കഴിക്കാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതിനകത്ത് മുഴുവൻ ഇവർ കളർ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര അടിപൊളി എന്ന് തോന്നാൻ വേണ്ടിയിട്ട് മഞ്ഞ ഹൽവയ്ക്കകത്ത് മഞ്ഞ കളറ്, പച്ച ഹൽവയ്ക്കകത്ത് പച്ച കളറ്, ഇതിനകത്ത് കളറാണ് ഇവർ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഓ എന്റെ പോലെ കാണുമ്പോൾ നാവില് വെള്ളം ഊറുന്നൊക്കെ പറയുന്ന പോലെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ പലരും ഇതിനകത്ത് വീഴും, അവരിത് വാങ്ങും. പക്ഷെ ഈ കളറുകൾ എത്ര നമ്മുടെ ആരോഗ്യത്തിന് എത്ര സേഫ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതും എന്താണ്, അൺസേഫ് ആയിട്ടുള്ള ഫുഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ദെൻ നമുക്ക് ഇതിനകത്ത് 1-2 പോയിന്റ് കൂടെ നോക്കാനുണ്ട്. 8ാമത്തെ പോയിന്റ്, കളർ ചേർക്കുന്നതിലും ഐസ്ക്രീംസ്, ഐസ്ക്രീമിന്റെ ഒക്കെ ചില ഐസ്ക്രീം, അപ്പൊ ഐസ്ക്രീമിനകത്ത് ഐസ്ക്രീം പോലും അല്ല അല്ലെ, ഐസ്ക്രീം അല്ല, നമുക്ക് ഫ്രോസൺ ഡെസേർട്ട് എന്ന് പറയുന്ന സംഗതിയാണ് എല്ലാ ഐസ്ക്രീമിനകത്തും ഉള്ളത്. കറക്റ്റ് 100% ഐസ്ക്രീമായിട്ട് പലപ്പോഴും നമുക്ക് കിട്ടാറ് പോലും ഇല്ല. ഐസ്ക്രീമിനകത്തും കളർ ചേർത്ത് നമ്മളെ അവർ പറ്റിക്കാറുണ്ട്. ദെൻ 8ാമത്തെ പോയിന്റ് ബൈ ദ പ്രസൻസ് ഓഫ് എനി കളറിംഗ് മാറ്റർ ഓർ പ്രിസർവേറ്റീവ്സ് അതർ ദാൻ ദാറ്റ് സ്പെസിഫൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ഓൺ. അതായത് ഓക്കെ, ഞാൻ പറയാം കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ പറയാം കേട്ടോ, ഇതൊന്ന് തീർന്നോട്ടെ. അതായത് പ്രിസർവേറ്റീവ്സ് ചേർക്കുക എന്നുള്ളത് നിങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ അച്ചാറിനകത്തും അതുപോലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ നശിച്ചു പോകാതിരിക്കാനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് കുഴപ്പമില്ല, കാരണം ചില സംഗതികളൊക്കെ കുറെ കാലം ഇരിക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ സർക്കാർ നിരോധിച്ച അളവിൽ അല്ലെങ്കിൽ അനാവശ്യമായ അളവിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുമ്പോഴാണ് അത് അൺസേഫ് ഫുഡായിട്ട് മാറുന്നത്. ഇനി 9ാമത്തെ പോയിന്റ്, ബൈ ദ ആർട്ടിക്കിൾ ഹാവിംഗ് ബീൻ ഇൻഫെക്റ്റഡ് ഓർ ഇൻഫെസ്റ്റഡ് വിത്ത് worms, weevils ഓർ ഇൻസെക്ട്സ്. അത് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു കുഞ്ഞു കാര്യം കണ്ടതാണ്. അതായത് നമ്മുടെ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട ഉണ്ടല്ലോ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, റേഷൻ കടയിൽ നിന്നുള്ള ആട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കണ്ടിട്ടുള്ളവർക്ക് ചായ മുക്കാം. പക്ഷെ ഈ ആട്ട നമ്മുടെ ഒരു വീട്ടമ്മ ഈ ആട്ട മേടിച്ചു. എന്നിട്ട് അത് തന്റെ കൊച്ചിന്, അമ്മയുടെ കൊച്ചിന് എന്തോ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് സാധാരണ ആട്ട മേടിക്കുന്നത് ആണല്ലോ. ആട്ട മേടിച്ചിട്ട് എന്തോ ഒരു സംശയം തോന്നിട്ട് ഇവർ ഈ ആട്ട വെറുതെ ഒന്ന് അരിച്ചു നോക്കി. ഇത് അരിച്ചു കഴിഞ്ഞപ്പോ ഈ അരിപ്പയ്ക്കകത്ത് മിച്ചം വന്നത് ഇങ്ങനെ ചാടിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുകളായിരുന്നു. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്ന് പറയുന്ന പോലെ ഈ ആട്ട അരിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് മിച്ചം കിട്ടിയത് ഈ പുഴു. ആട്ട മാത്രമല്ല, അതിൽ പുഴുവിന് അതാണ് അത് ഞാൻ പറയാൻ വരികയായിരുന്നു. അപ്പൊ ഈ ആട്ട എടുത്ത് വെറുതെ ഈ ഒരു ചെറിയൊരു അരിപ്പ എടുത്ത് അരിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുഞ്ഞിപ്പുഴുകൾ എങ്ങനെ തുള്ളിക്കളിക്കുകയാണ്. അപ്പം ഇതാണ് ഈ 9ാമത്തെ പോയിന്റ് അവർ പറയുന്നത്. നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫുഡിനകത്ത് പുഴുക്കൾ അല്ലെങ്കിൽ പ്രാണികളൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വളരെ അൺസേഫ് ആയിട്ടുള്ള വരും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആട്ടയ്ക്കകത്ത് പുഴു, അതും സർക്കാർ തരുന്ന ഫുഡിനകത്ത് പുഴുവൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് ഒരു ക്രൈമാണ്.
അപ്പൊ അതൊക്കെ നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആണ് അതൊക്കെ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി 10ാമത്തെ പോയിന്റ്, ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് ബീങ് പ്രിപ്പയർഡ്, പാക്ഡ് ഓർ കെപ്റ്റ് അണ്ടർ ഇൻസാനിറ്റി കണ്ടീഷൻസ്. ഇത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞാണ്. വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണം പുഴു ആട്ടം മേടിക്കുമ്പോൾ പുഴു ഫ്രീ. അശ്വതി, അത് നമ്മുടെ സർക്കാരിന് മാത്രമല്ല, മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡുകളിലും പുഴുവൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. നമ്മൾ ചോദിച്ചില്ലെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു. പുഴു, പാറ്റ, പല്ലി ഇത്യാദി ഐറ്റംസ്. അതുപോലെ ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് ബീങ് പ്രിപ്പയർഡ്, പാക്ഡ് ഓർ കെപ്റ്റ് അണ്ടർ ഇൻസാനിറ്ററി കണ്ടീഷൻ. വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഈ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കടകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇതും എന്താണ്, ഒരു അൺസേഫ് ഫുഡ് ആയിട്ട് ഈ സംഗതികളെ മാറ്റാറുണ്ട്. ദെൻ 11, 2 പോയിന്റ് കൂടെ ഉള്ളൂ. ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് ബീങ് മിസ് ബ്രാൻഡഡ് ഓർ സബ്സ്റ്റാൻഡേർഡ് ഓർ ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ. അതായത് എന്താണ്, നമ്മൾ ഈ അഡിഡാസിന് പകരം അബിദാസ് എന്നൊക്കെ എഴുതി വെക്കുന്ന പോലെ ഒരു മിസ് ബ്രാൻഡഡ്, നമ്മൾ ഒരു ബ്രാൻഡിന് അപ്പം അമുൽ എന്ന് പറയുന്നതിന് പകരം അതുൽ എന്നൊക്കെ പേരിട്ടിട്ട് വളരെ എന്താണ് വില കുറഞ്ഞ അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള സബ്സ്റ്റൻസുകൾ വിൽക്കുന്നവരുണ്ട്. അതിനകത്ത് ഉറപ്പായിട്ട് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും. അതുപോലെ എന്താണ്, എക്സ്ട്രേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് പുറത്തുള്ള ഈ ഫുഡ് ഐറ്റത്തിന് ഉള്ളിലുള്ളതല്ല, പുറത്തുള്ള എന്താണ് മോശമായിട്ടുള്ള പല സംഗതികളും. ഡയറി മിൽക്കിന് പകരം ഡയറി കിസ് എന്നും കിറ്റ്കാറ്റിന് പകരം കിറ്റ് കോറ്റ് എന്നും ഒക്കെ പറഞ്ഞിട്ട് ബിസ്ലേരിക്ക് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ്, അങ്ങനെ ഒരുപാട് സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന പല സംഗതികൾക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ചോക്ലേറ്റ്സിനൊക്കെ ആണെങ്കിലും ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. ഇത്തരത്തിൽ മിസ് ബ്രാൻഡ് ചെയ്ത് ഓരോ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഗതികൾ വിൽക്കുന്നതും ഒരു അൺസേഫ് ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ 5 സ്റ്റാറിന് പകരം 3 സ്റ്റാർ, 5 സ്റ്റാർ എന്ന് പറയുന്ന ഫുഡിന് അല്ല, ഒരു ചോക്ലേറ്റിന് പകരം 3 സ്റ്റാർ എന്ന് പറയുന്ന സംഗതികളൊക്കെ ഇറക്കുന്നുണ്ട്. ഡയറി മിൽക്കിന് പകരം ഡയറി വൈറ്റ്, അങ്ങനെ മിസ് ബ്രാൻഡ് ചെയ്യും. എന്നിട്ട് ഈ മിസ് ബ്രാൻഡ് ചെയ്ത ഈ സംഗതിക്കകത്ത് ഡയറി മിൽക്കുമായിട്ട് 7 അയലത്ത് പോലും ഇല്ലാത്ത സംഗതികളൊക്കെ ആയിരിക്കും ഇതിനകത്ത് പാക്ക് ചെയ്ത് നമുക്ക് തരുന്നത്. അതും ഒരു തെറ്റായ പ്രവണതയാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ബൈ വിർച്യൂ ഓഫ് കണ്ടെയ്നിങ് പെസ്റ്റിസൈഡ്സ് ആൻഡ് അതർ കണ്ടാമിനൻറ്റ്സ് ഇൻ എക്സസ് ഓഫ് ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻ. അതായത് എന്താണ്, റെഗുലേറ്റ് ചെയ്ത അളവിനേക്കാൾ കൂടുതൽ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികള്, എന്താണ് രാസപദാർത്ഥങ്ങൾ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിന് ഉള്ളിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അതും അൺസേഫ് ഫുഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരും എന്നുള്ളത് കാണും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആക്ടിനകത്ത് അൺസേഫ് ഫുഡ്, സേഫ് അല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് നയിക്കുന്ന 12 കാരണങ്ങൾ എന്ന് പറഞ്ഞ് ഇതുപോലെ 12 പോയിന്റാണ് നമ്മുടെ ആക്ടിനകത്ത് തന്നിരിക്കുന്നത്. ഇതിനകത്ത് 12ൽ പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. ശ്രീനാഥ്, ഇതിൽ പല കമ്പനികളും ഈ ലൈസൻസ് ഇല്ലാത്ത കമ്പനികളാണെന്നുള്ളതാണ് സത്യം. ഒരു FSSAI ലൈസൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ്, ഒരു കവർ അടിക്കാൻ വലിയ പാടൊന്നുമില്ല, മനസ്സിലായോ? അപ്പം ഇവരുടെ ഈ ലൈസൻസ് നമ്പരൊക്കെ എടുത്ത് നമ്മൾ സൈറ്റിൽ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ലൈസൻസ് പോലും കാണില്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യം, ലൈസൻസ്ഡ് ആയിട്ടുള്ള സംഗതികളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഫേക്ക് ലൈസൻസുകളും ഫേക്ക് നമ്പറുകളും വെച്ച് പോലും ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ FSSAI നമ്പരും ആക്ച്വൽ നമ്പർ ആവണമെന്നില്ലല്ലോ. വെറുതെ ഒരു ലോഗോ ഉണ്ടാക്കി അതിനിടയിൽ ഒരു നമ്പർ എഴുതാനാണ് പാടിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള മിസ് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റുകൾ സുലഭമാണ്, അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ ശ്രീനാഥ്. ഓക്കെ, യെസ്. അപ്പൊ എന്നോട് 6th പോയിന്റ് ഒന്നുകൂടി നോക്കട്ടെ. 6th പോയിന്റ് എന്തായിരുന്നു? ബൈ ദ അബ്സ്ട്രാക്ഷൻ ഓൺലി ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഓഫ് ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂവന്റ്. അത് ഇത്രേ ഉള്ളൂ. ഒരു സംഗതി, ഇപ്പം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എന്താണ് കവറിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാണാം, ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്ന കാണാം, മനസ്സിലായി? ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ മാംഗോ ജ്യൂസ് എടുക്കാം. അതിനകത്ത് നല്ല സ്റ്റാൻഡേർഡ് കമ്പനികളുടെ മാംഗോ ജ്യൂസ് ആണെങ്കിൽ അതിനകത്ത് ഇൻഗ്രീഡിയന്റ് ആയിട്ട് മാംഗോ പൾപ്പ്, അത് ഇത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. പക്ഷെ നിങ്ങളൊരു സബ്സ്റ്റാൻഡേർഡ് കമ്പനിയുടെ മാംഗോ ജ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മാംഗോ എന്ന് പറഞ്ഞൊരു സാധനം പോലും കാണില്ല. കംപ്ലീറ്റ്ലി അതിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പല ഫ്ലേവറുകളും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രാസപദാർത്ഥങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇതിനെയാണ് ബൈ ദ അബ്സ്ട്രാക്ഷൻ ഓൺലി ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് മുഴുവനും വേറെ എന്തെങ്കിലും സംഗതി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഒറിജിനൽ കണ്ടന്റ് ഉണ്ടാവും, ബാക്കി ഇതിന്റെ കൂടെ കുറച്ച് കൃത്രിമമായിട്ടുള്ള സംഗതികൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. ചില പ്രോഡക്റ്റുകൾക്ക് മാംഗോവുമായിട്ട് അവൻ മാങ്ങാത്തോട്ടത്തിന്റെ 7 അയലത്തോട്ട് പോലും പോയിട്ടുണ്ടാവില്ല, പക്ഷെ അത് മാംഗോ ജ്യൂസ് ആണ് താൻ.
അച്ചിലുണ്ടാക്കിയ കശുവണ്ടി. പറയുമ്പോ കശുവണ്ടിയാ, പക്ഷെ അത് മൈദ ആയിരിക്കും. പറയുമ്പോ കശുവണ്ടിയാ, പക്ഷെ അത് മൈദയായിരിക്കും. അവൻ കശുവണ്ടി തോട്ടം ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, കുണ്ടറ അണ്ടി ഫാക്ടറി എവിടെയെന്ന് ചോദിച്ചാൽ അവന് അതിനെപ്പറ്റി കേട്ടറിവ് പോലും ഇല്ലാത്തതായിരിക്കും. പക്ഷെ അവന്റെ കച്ചവടം എന്താണ് കശുവണ്ടി കച്ചവടമായിരിക്കും. അപ്പം ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. അപ്പൊ ഇത് എന്ത് ചെയ്യാം? ഇതാണ് 6th പോയിന്റിൽ സംഭവിക്കുന്ന കാര്യം. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇൻഗ്രീഡിയൻസിനെ വെച്ചിട്ട് അവൻ അത് മാർക്കറ്റ് ചെയ്യും. മാംഗോയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് മാംഗോ ജ്യൂസ് ഉണ്ടാക്കും. ആപ്പിളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഗതി വെച്ച് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള മാർക്കറ്റിങ്ങും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളും അൺസേഫ് ഫുഡ് എന്ന് പറയുന്ന മേഖലയിലാണ് വരുന്നത്. അശ്വിനി കഴിയാ കേട്ടോ. ഈ ഒരു സ്ലൈഡ് കൂടി ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ. സമയം 9 മണി ആയല്ലോ. കുറച്ച് സമയം ഞാൻ കൂടുതൽ എടുത്തു, എങ്കിലും ഇത്രയും പറഞ്ഞൊന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ ഭാഗം കഴിയുന്നല്ലോ എന്നോർത്താണ് പറഞ്ഞു നിർത്തിയത്. ഇതുവരെയുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. നോട്ട് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? കണ്ടന്റ് നോട്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഇന്നെടുത്ത കാര്യങ്ങൾ ഞാനൊന്ന് ക്ലാസ്സിലേക്ക് ഷെയർ ചെയ്തോളാം കേട്ടോ. ക്ലാസ്സിലേക്ക് ഷെയർ ചെയ്തോളാം. അപ്പം കിട്ടിയിട്ടുണ്ട് അല്ലേ? നിവേദിത കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഡെഫിനേഷൻസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഒരു 4 ഡെഫിനേഷൻസും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിൽ ഓർക്കാനുണ്ട്. അജല്യ കുറെയൊക്കെ കിട്ടി. സാരമില്ല അജല്യ, ബാക്കിയും കൂടെ നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ശ്രമിക്കുക. ഞാൻ ഈ നോട്ട് ഷെയർ ചെയ്യുമ്പോൾ അജല്യോ ഇപ്പൊ ഈ ചൂടോടെ തന്നെ ഒന്നുകൂടെ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് കിടന്നുറങ്ങണം കേട്ടോ. നാളെ രാവിലെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു. അതുകൊണ്ട് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നോട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അങ്ങ് പറഞ്ഞേക്കൊള്ളുക. അപ്പൊ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പം കുറച്ച് ഡെഫിനേഷൻസ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI കുറിച്ച് പഠിക്കാനായിട്ട് ഉണ്ട്. സോ ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഈസ്റ്റർ. വിഷുവിന് മുമ്പ് എന്തായാലും നമ്മൾ ഒന്നുകൂടെ കാണാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വിഷു അപ്പം പറയാം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക കേട്ടോ. യെസ്, ഹാപ്പി ഈസ്റ്റർ ഷമീർ, ഡോക്ടർ ഷമീർ സൈനുദ്ദീൻ, ഹാപ്പി ഈസ്റ്റർ. നിവേദിത, താങ്ക് യു. റിനോ ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, താങ്ക് യു. ശരിയാ, താങ്ക് യു. ജയന്തി, താങ്ക് യു. യെസ്, ഡോക്ടർ രാഹുൽ, താങ്ക് യു. അനഘ, ഹാപ്പി ഈസ്റ്റർ, താങ്ക് യു. ആദിത്യ, ഹാപ്പി ഈസ്റ്റർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ഗുഡ് ലക്ക്, ഗുഡ് ബൈ, നല്ല ദിവസങ്ങളാവട്ടെ കേട്ടോ. ഈസ്റ്റർ വിഷ സച്ചി, താങ്ക് യു സച്ചി. അശ്വതി, ബൈ. ഐഫോൺ, ഹാപ്പി ഈസ്റ്റർ, താങ്ക് യു ഐഫോൺ. രമ്യ, ഗുഡ് നൈറ്റ്. രമ്യ, ഗുഡ് നൈറ്റ്. യെസ്, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് ആവുന്നു. ഞാൻ ആരെങ്കിലൊക്കെ വിളിക്കാൻ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലേക്ക് അവരെല്ലാം വിളിക്കുന്നതായിരിക്കും കേട്ടോ. നോക്കട്ടെ, ഗ്യാലറിയിൽ ഇട്ട് നോക്കാം. അശ്വതി, താങ്ക് യു അശ്വതി. വിഷ്ണു, ഹാപ്പി ഈസ്റ്റർ. തീർത്ഥ, ബിന്ദു, ഷാനിബ, ദീപ്തി, റിയൽമി 5 Pro, വിഷ്ണുജി, കർത്ത, ഇവരെല്ലാം ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ എല്ലാവരെയും ചാറ്റ് ബോക്സിൽ വരുന്നവരെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അഷിഫ, നാദിർ എന്ന് ഞാൻ കണ്ടായിരുന്നു, നിസ, രമ്യ, അശ്വനി, ലച്ചു, ദീപ്തി, VP, ഹിൽസിദാസ്. ഓക്കെ, എല്ലാവരെയും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. നിങ്ങളുടെ റിപ്ലൈ ഒക്കെ ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ ചാറ്റ് ബോക്സിലൊക്കെ ഉണ്ടാവട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. നോട്ട്സ് ഇന്ന് തന്നെ ഞാൻ അയക്കാം കേട്ടോ. ഇന്ന് തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ പറയാം. യെസ്, ഗീതു, താങ്ക് യു. നമുക്ക് ഇനി അടിപൊളിയാക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ പറയുന്നു, അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. നിഷ, താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നോട്ട് ഇന്ന് തന്നെ ഷെയർ ചെയ്യാൻ പറയാം കേട്ടോ. പരമാവധി ഇന്ന് രാത്രി തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇന്നൊന്ന് വായിച്ച് നോക്കിയിട്ട് ഉറങ്ങാമല്ലോ. ഓക്കെ, താങ്ക് യു.